ഉണരുണരു ഉണരുണരു ഉണരു സോദരരെ താരാമലയും ചന്ദ്ര നമുക്ക് സുരേഷിന് വീട്ടിൽ കയറാം. ഉണരുണരു ഉണരുണരു ഉണരു ക്രൈസ്തവരെ. ഇങ്ങനെ പാടിയ സുരേഷ് ഉറങ്ങിപ്പോവല്ല. കുറച്ചുകൂടെ ഉറക്കി പറ. പുണ്യ വാഴ്ത്തുന്നു, പുണ്യ വാഴ്ത്തുന്നു. സുരേഷേ, സുരേഷ്, സുരേഷേ, കണ്ട് കണ്ട് കണ്ട്. ഞാൻ മോനെ, ഞാൻ മോനെ, ഇങ്ങ് പോര്. നമസ്കാരം. സുരേഷേ, ഒരു 1000 രൂപ എടുത്തോട്ടാ. 1000 രൂപ പോടാ. കഴിഞ്ഞ വർഷം 1000 രൂപ ആയിരുന്നില്ലേ? ഇപ്പൊ ഇത്തവണ ചെറിയൊരു ഡിസ്കൗണ്ട്. അയ്യേ, ഇവനെന്ത് പിശിക്കനാടാ. വാ തുടങ്ങാം. രാജരാജൻ മന്നിതിൽ ജാതനായി ഭാരിതിൽ പാപമെല്ലാം നീക്കുവാൻ ക്രിസ്മസ് രാവിൽ ഉണ്ണി പിറന്നല്ലോ, മഞ്ഞ് പിറഞ്ഞല്ലോ, താഴെ വന്നല്ലോ. പാടാം ഹല്ലേലൂയ, പാടാം ഹല്ലേലൂയ, പാടാം ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞ പോലെ 1000 ഇട്ടിട്ടുണ്ട്. ഇത്തവണെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണേ. എല്ലാരും അപ്പൊ ഈ വർഷത്തെ കരോൾ ഇതോടുകൂടി കഴിഞ്ഞു. ഒരാഴ്ചയായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ കളിച്ചു. ഇത് നമുക്ക് പാതിരക്കുവാനൊക്കെ പോകണ്ടേ? അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ? അപ്പൊ ഇതുവരെ എത്ര കളക്ഷൻ കിട്ടി? എന്നാലും നമുക്ക് അതുകൂടെ അറിഞ്ഞിട്ട് പോവാല്ലേ? എടാ എന്നാ വേഗം ഈ വർഷത്തെ പൈസ കൊണ്ട് എന്ത് ചെയ്യാനാ പരിപാടി? പഴയതുപോലെ ട്രിപ്പ് കിട്ടാലോ? 10,000 വേണ്ടി. 15,000 രൂപ വേണ്ട. എടാ ട്രിപ്പ് നമ്മ എപ്പോഴും പോണല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് എല്ലാവർക്കും ഡ്രസ് എടുക്കാം. നമുക്കും വീട്ടുകാർക്കും. അതെങ്ങനെയുണ്ട്? ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഇത്തവണയില്ലേ, നമുക്ക് ഈ പൈസ കൊണ്ട് ഒരു അനാഥാലയത്തിൽ ഫുഡ് കൊടുത്താലാ? ഒന്ന് പോടോ, ക്രിസ്മസ് ആയിട്ട് ചുമ്മാ മൂഡ് കളയല്ലേ. നമുക്ക് ഫുഡൊക്കെ പിന്നെയും കൊടുത്തൂടെ? നമുക്ക് ട്രിപ്പ് തന്നെ പോകാം. ഒന്ന് പോടാ, അവൻ പറഞ്ഞതിലും കാര്യം. ക്രിസ്മസിനൊക്കെ അല്ലേ നമ്മൾ ഫുഡൊക്കെ കൊടുക്കേണ്ടത്. എന്നാ പിന്നെ അത് പോരെ, നമുക്ക് ഈ വർഷം അങ്ങനെ ചെയ്യാം. അപ്പൊ കൊടുക്കേ. എടാ നമ്മളിതിലെ ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് എവിടെ കൊടുക്കാനാണ് തീരുമാനമായോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് സമരിയിൽ കൊടുക്കാം. അതാകുമ്പോൾ തൊട്ടടുത്തല്ലേ. അത് കൊള്ളാം. അവിടെ ആകുമ്പോ കുറെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടുകാരെ വിളിച്ചേക്ക്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാലോ. നമുക്ക് ഒരു കാര്യം ചെയ്യും, താനെ ഫുഡിന്റെ കാര്യം വീടിനടുത്ത കാറ്ററിംഗ് ആരോ ഒന്ന് ഏൽപ്പിച്ചേക്ക്. അതാകുമ്പോ എളുപ്പമല്ലേ. വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ പോരെ? അപ്പൊ ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ശരി, എന്നാ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ. ഉണ്ണി പിറന്നല്ലോ, മഞ്ഞു പൊഴിഞ്ഞല്ലോ, താരകൾ വന്നല്ലോ, പാടാം ഹല്ലേലൂയ. ഉണ്ണി പിറന്നല്ലോ, മഞ്ഞു പൊഴിഞ്ഞല്ലോ, താരകൾ വന്നല്ലോ, പാടാം ഹല്ലേലൂയ. രക്ഷകൻ രാജരാജൻ മണ്ണിതിൽ ജാതനായി പാരിതിൽ പാപമെല്ലാം നീക്കുവാൻ ക്രിസ്മസ് രാവിൽ. ക്രിസ്മസ് സ്റ്റാറിലോ കേക്ക് കട്ടിങ്ങിലോ ആഘോഷങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല ക്രിസ്മസ്. അനാഥരെയും പാവപ്പെട്ടവരെയും സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനും അവരോടൊപ്പം ആയിരിക്കുവാനും നമുക്ക് സമയം കണ്ടെത്താം. ഈ പുണ്യദിനങ്ങളിൽ ഉണ്ണീശോ തമ്പുരാനും നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയായിരിക്കും.